നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് കുബേരൻ ചില വെച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പതിവ് വന്നിട്ട് മിസ്സാക്കരുത്. പലയിടത്തില് പല ആകൃതിയിൽ വന്നിട്ടാണ് കുബേരൻ ചില കിട്ടുന്നതെല്ലാം അതേപടി നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വയ്ക്കക്കൂടാതെ അത് എങ്ങനെ വാങ്ങണം, ഏത് ഷേപ്പിൽ ആകൃതിയിൽ ഇരിക്കണം, ഏത് എങ്ങനെ ഇരുന്നാൽ നല്ലത്, അതെല്ലാം ഞാൻ തെളിവാ വന്നിട്ട് ഈ പതിവിൽ പറഞ്ഞിട്ടുണ്ട്. പതിവിനുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് വന്നിട്ട് പഞ്ചമിതിഥി അപ്ഡേറ്റ് വരുന്നത് വളർപ്പിറ പഞ്ചമി ജൂൺ 19 വെള്ളിയാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. ജൂൺ 18 വ്യാഴാഴ്ച രാത്രി 9 മണിവരെയാണ് പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. മുന്നേ ഇരുന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. പുതിയതാണ്, ഞങ്ങൾക്കും ചേരണം, അങ്ങനെയുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മെസ്സേജ് ഇട്ടോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേര് കൊടുക്കുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ ടൈപ്പ് ചെയ്തിട്ടോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. ലാസ്റ്റ് ടൈം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് സെർവർ ഇഷ്യൂസ് വരുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളുക. ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ നമ്പർ തരുന്നതാണ്. ശരിയാ? ഇനി വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞത് കുബേരനെ പറ്റി. കുബേരൻ ആരെന്നാല് വടക്ക് ദിശയ്ക്ക് അധിപതി, അഷ്ടദിക് ബാലകരില് ഒരാളായിരിക്കുന്നു. മാത്രമല്ല കുബേരരെ ശിവഭഗവാനോടെ തോഴരെന്നും പറയുന്നു. അതായത് ശിവനിൻ നൻപർ അങ്ങനെ പറയുന്ന വിധത്തിന് സിക്സഹ അങ്ങനെ ഒരു പേരും കുബേരർക്ക് ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല 800 വർഷം ശിവഭഗവാൻക്ക് തപസ്സിരുന്ന് ഭഗവാന്റെ അരുളും നേടിയിട്ടുണ്ട്. ബ്രഹ്മനെ നോക്കി തപസ്സിരുന്നിട്ട് വടക്ക് ദിക്കിന്റെ പാലകരായിട്ടും മാറി. സെൽവങ്ങൾക്കെല്ലാം അധിപതിയായിട്ടുള്ള വരവും വാങ്ങിയിട്ടുണ്ട്. കുബേരൻ വന്നിട്ട് ഒരു യക്ഷൻ. യക്ഷകുബേരൻ മീൻസ് നമുക്ക് വേണ്ടിയതെല്ലാം തരക്കൂടിയ പവർ ഇരിക്കുന്നവര്. സ്വർണ്ണ, സെൽവം അത് മാത്രമല്ല, നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് തരാനുള്ള കഴിവുണ്ട്. നമുക്ക് എല്ലാവർക്കുമേ സെൽവസെഴിപ്പോടെ ഇരിക്കണം, സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കണം, ഐശ്വര്യത്തോടെ ഇരിക്കണം, അങ്ങനെയുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ കരുതി എല്ലാരും വീട്ടിൽ വന്നിട്ട് കുബേരരുടെ ശില വാങ്ങി വെക്കാറുണ്ട്. അത് സെൽവത്തിന് ചേർക്കണത് മാത്രമല്ല, നമുക്ക് എന്ത് വേണമോ അതെല്ലാം തരാനുള്ള പവറുള്ള അങ്ങനെയുള്ള ഈ കുബേരശിലയെ എവിടെ വയ്ക്കണം, ആ ഇടത്തിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. കുബേരശില നോക്കിയാല് പൊതുവെ കൈ ഇങ്ങനെ മേലെ തൂക്കിയിട്ടിരിക്കുംല്ലേ, അങ്ങനെയുള്ള ശില വന്നിരിക്കുന്നുണ്ട്. വലിയ വയറും വെച്ചിട്ട് കാശിമൂട്ട ഇങ്ങനെ പണത്തിന്റെ ഒരു സഞ്ചിയെ ചുമന്ന് വെച്ചിട്ടിരിക്കുന്ന അങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെവ്വേറെ ആകൃതിയിൽ വടിവങ്ങളിൽ വന്നിട്ട് കുബേരശില ഇരിക്കുന്നുണ്ട്. ഈ കുബേരരുടെ ബൊമ്മ നോക്കിയാല് ഒരു വാസ്തു പൊരുളായിട്ടും കരുതപ്പെടുന്നുണ്ട്. കുബേരരിക്കുന്ന ഇടത്തില് അധിഷ്ഠം ഇരിക്കും. അതിനാലെ ഇതിനെ ചിരിക്കുന്ന ബുദ്ധരെന്നും പറയുന്നു. ലാഫിംഗ് ബുദ്ധ എന്നാണ് പറയുന്നത്. ഈ ബൊമ്മ വന്നിട്ട് അധിഷ്ഠത്തെ ഈർത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കെടുതലിനെ വിട്ടുകൊടുക്കുന്നു, നീക്കപ്പെടുന്നു. ഇതിരിക്കുന്ന ഇടത്തില് യാതൊരു തരത്തിലുള്ള ശണ്ടകളോ പ്രശ്നങ്ങളോ ഒന്നും ഇരിക്കില്ല. നല്ല സമാധാനത്തോടു കൂടി ഇരിക്കും. ഈ കുബേര ബൊമ്മയെ വന്നിട്ട് നമ്മൾ വയ്ക്ക വേണ്ടിയ രീതിയിൽ വയ്ക്ക വേണ്ടിയ ഇടത്തിൽ വെച്ചാല് ഭയങ്കരമായിട്ട് സ്വത്ത് സമ്പാദ്യങ്ങള്, പണം, കാശ്, സ്വർണം എല്ലാം നമുക്ക് തന്നിട്ടേ ഇരിക്കും. അതായത് ഭയങ്കര അധിഷ്ഠത്തെ തന്ന്, കോടീശ്വര യോഗത്തെ തന്ന്, കുടുംബ വരുമാനത്തെ അധികരിച്ചു തരും. എതിരികളിൽ നിന്ന് വരുന്ന, ഇപ്പൊ എനിമീസിൽ നിന്ന് വരുന്ന, ശത്രുക്കളിൽ നിന്ന് വരുന്ന എല്ലാ കഷ്ടവും മാറിക്കിട്ടും. ഇപ്പൊ നമ്മൾ തൊഴിൽ എന്ന ഇടത്തിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവും. ഒരു ഇൻക്രിമെന്റ് എന്നോ അല്ല ജോലിയിൽ സ്ഥാനക്കയറ്റമെന്നോ ബിസിനസ് നടത്തുന്നവർക്ക് പണം വരവെന്നോ അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു സെൽവസെഴിപ്പ് ഉണ്ടാവും. കുഞ്ഞുങ്ങളുള്ളിടത്ത് വയ്ക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇപ്പൊ പറഞ്ഞാലൊക്കെ അനുസരിക്കില്ല, ഒരു ഏജ് വരെ അങ്ങനെ ആയിരിക്കൂലേ, അതൊക്കെ മാറിക്കിട്ടും. നല്ലതായിട്ട് പഠിക്കാനും ഇത് ഒരു അവസരം ഒരുക്കും. ഇതെല്ലാം ഒരു വിശ്വാസമാണ്. വീട്ടിലായാലും ശരി, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തിലായാലും ശരി, ഈ കുബേര ബൊമ്മ വാങ്ങി വെക്കുക എന്നത് ഭയങ്കര മികവാന ഒരു സിറപ്പാന കാര്യം. അങ്ങനെയാണ് കേട്ടുകേൾവി. അതും
കുബേരരെ വെച്ച് നമ്മൾ വഴിപാട് ചെയ്യുന്നതിന് ഉകந்த നാൾ ഏതെന്ന് ചോദിച്ചാല് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. പിന്നെ വേറൊന്ന് കുബേര യന്ത്രം എന്നൊന്നിരിക്കുന്നുണ്ട്. ഈ കുബേര യന്ത്രവും വീട്ടിൽ വാങ്ങി വെച്ച് വഴിപാട് ചെയ്യുന്നത് ഭയങ്കര നല്ലത്. ഈ കുബേര യന്ത്രത്തിന് വന്നിട്ട് പണത്തിനെ പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഇരിക്കുന്നുണ്ട്. കുബേരരുടെ നമ്പർ എന്നാല് 72 72 ആണ്. അതിനാല് 72 കട്ടടങ്ങളെ കൂടിയ കുബേര യന്ത്രത്തെ വീട്ടിൽ വാങ്ങി വെക്കുന്നത് ഒത്തിരി നന്മയെ തരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോ കുബേരരുടെ ബൊമ്മയെ നോക്കിയാല് നിൽക്കുന്ന രൂപത്തിലിരിക്കുന്നതുണ്ട്. നിൽക്കുന്ന കോലത്തില് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ബൊമ്മ വാങ്ങിച്ചാല് അത് വീട്ടില് വെച്ചാല് ഭയങ്കരമായിട്ട് സെൽവം വന്നിട്ടേ ഇരിക്കും. വീട്ടില് പണത്തിന്റെ കുറവ് എപ്പോഴും ഉണ്ടാവില്ല, നല്ല പണവരവുണ്ടാവും. ഇത് വാസ്തുശാസ്ത്രത്തില് പറയപ്പെടുന്നത്. ഇനി ഇരിക്കുന്ന കുബേരരുണ്ടല്ലോ, അങ്ങനത്തെ ബൊമ്മ കാലൊക്കെ മടിച്ചു വെച്ച് വലിയ വയറിനെ ഇങ്ങനെ കാണിക്കുന്ന രീതിക്ക് ഇരിക്കുന്നത്, നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശിലയും വീട്ടിൽ വെക്കുക എന്നത് നല്ലത്. ഇത് വന്നിട്ട് വീട്ടില് പണവരവും വീട്ടില് എല്ലാവരുമായിട്ടുള്ള ഐക്യവും എല്ലാം വർദ്ധിച്ചു വരുന്നതിന് നല്ലത്. ഇങ്ങനെ കിടക്കുന്ന മാതിരി ഇരിക്കുന്ന ശിലയുണ്ടല്ലോ, അതും വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലത്. ഇത് വന്നിട്ട് സമാധാനം, സുഖം, അസുഖങ്ങളിൽ നിന്നുള്ള മുക്തി, അതിനെല്ലാം നമ്മളെ സഹായിക്കും. കയ്യില് ജപമാലയോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുബേരര്, അത് വന്നിട്ട് ജ്ഞാനം, അറിവ്, വിദ്യാഭ്യാസം ഇതെല്ലാം നമുക്ക് കൂട്ടിത്തരാനുള്ളത്. ഇങ്ങനെയുള്ള ശിലകൾ വന്നിട്ട് നിങ്ങൾ വീട്ടിലോ ജോലിയിടങ്ങളിലോ വാങ്ങി വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യം എന്നത്, നിങ്ങൾ ഒരു കോടിപതി ആകാനുള്ള നിങ്ങളുടെ ആഗ്രഹം എന്നത് കറക്റ്റായിട്ട് നടന്നു കിട്ടും. ഇപ്പൊ മുതുകില് വന്നിട്ട് സ്വർണത്തെ ഇങ്ങനെ ചുമന്നോണ്ട്, പണവും സ്വർണവും ചുമന്നോണ്ടിരിക്കുന്ന കുബേരർ ശില വന്നിട്ട് ഇത് വന്നിട്ട് സെൽവത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ശില വന്നിട്ട് തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വേല ചെയ്യുന്ന ഇടത്തിൽ വെച്ചാല് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി സ്വർണ്ണ കളറിലിരിക്കുന്ന, സ്വർണം ഫുള്ളായിട്ട് പൂശിയിരിക്കുന്ന കുബേരർ വന്നിട്ട് നമുക്ക് അദൃഷ്ടത്തെ കൊടുക്കും. സെൽവം പെരുകാനും സ്വർണം വരാനും എല്ലാത്തിനും ഇത് സഹായിക്കും. പൊരുളാധാര വളർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അങ്ങനെ വേണമെന്നുള്ളവര് ഇപ്പോൾ നല്ല സ്വർണ്ണ നിറത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുബേരരുടെ ശില വാങ്ങി വേല ചെയ്യുന്ന ഇടത്തിൽ വെച്ചോളുക. കയ്യിൽ ഇങ്ങനെ വിശറി വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുബേരർ വന്നിട്ട് അദൃഷ്ടത്തെ അള്ളിക്കൊടുക്കും. മാത്രമല്ല ആരോഗ്യത്തെ തരാൻ പറ്റുന്ന ഒരു സവിശേഷത ഈ ശിലക്കിരിക്കുന്നുണ്ട്. ഇനി 2 കൈകളും മേലോട്ട് തൂക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുബേരരുണ്ടല്ലോ, എന്നിട്ട് അതിന്റെ കയ്യില് പണത്തിന്റെ ഒരു കിണ്ണവും ഏന്തി പിടിച്ചാണ് നിൽക്കുന്നത്. ഇത് വന്നിട്ട് എല്ലാം നമുക്ക് അള്ളിത്തരുന്നത് സമാധാനം, സന്തോഷം, നല്ല കുടുംബജീവിതം എല്ലാം തരും. നിങ്ങൾക്ക് അധികം അദൃഷ്ടത്തെ തന്നിട്ട് നിങ്ങളുടെ ധനം അധികമായി വർദ്ധിപ്പിച്ചു തരും. ഇനി തവള കുബേരർ, അത് വന്നിട്ട് കയ്യില് പണത്തിന്റെ ഒരു കിഴിയും സ്വർണമിട്ട പാത്രം, ജപമാല ഇതെല്ലാം വെച്ചോണ്ട് തവളയുടെ പുറത്ത് സവാരി ചെയ്യുന്ന കുബേരർ, കൂടുതൽ സിറപ്പാന ഫലങ്ങൾ നമുക്ക് തരാൻ കഴിവുള്ളത്. ഇനി പാത്രമേന്തിയ കുബേരർ, കയ്യില് പാത്രമേന്തി പിടിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന കുബേരർ വന്നിട്ട് നല്ല ആത്മീക ബലത്തെയും ശാരീരിക വടിവും തരാൻ കഴിവുള്ളവര്. നല്ല ആരോഗ്യം, ശരീര വടിവ്, അഴക് വേണ്ടണം എന്ന് നനയ്ക്കുന്നവര് ഈ കുബേരരുടെ ബൊമ്മ വാങ്ങി വെച്ചോളുക. ഇനി കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്ന കുബേരരുണ്ട്. ഇങ്ങനെ വന്നിട്ട് പലതരത്തിലുള്ള കുബേര ബൊമ്മകളാണ് ഇരിക്കുന്നത്. കുബേര ബൊമ്മ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് ഗൗനത്തോടു കൂടി വാങ്ങിക്കൊള്ളുക. അതിന്റെ വടിവത്തിന്, ആകൃതിയെ നോക്കി വേണം വാങ്ങാനായിട്ട്. മുഖം വന്നിട്ട് നല്ല ലക്ഷണമായിട്ട് നല്ല അഴകായിട്ട് ഇരിക്കുന്നുണ്ടോ, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അങ്ങനെ മാത്രം നോക്കി നിങ്ങൾ വാങ്ങിക്കൊള്ളുക. ഈ കുബേര ബൊമ്മയെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ലാച്ചാല് കുബേരരുടെ ഒരു ഫോട്ടോ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങി വെക്കാവുന്നതാണ്. ആ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് വഴിപാട് ചെയ്യാം. അതും വന്നിട്ട് വാസ്തു രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും തീർത്തു തരും. ഇനി ഇത് വയ്ക്കേണ്ടത് വടക്ക് കിഴക്ക് ദിശയിലാണ്. അത് വന്നിട്ട് ഭയങ്കര നല്ല ഫലം കിട്ടും. இந்த കുബേര ബൊമ്മയെ വാങ്ങുമ്പോൾ തോളിൽ വന്നിട്ട് പണത്തിന്റെ കിഴിയോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുബേര ബൊമ്മ വാങ്ങി വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ വെച്ചോളുക. ഇനി നിങ്ങൾക്ക് ശരിയായ ദിശ അറിയില്ല, വയ്ക്കാൻ പറ്റില്ലാച്ചാല് കുബേര ബൊമ്മ വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിന്റെ വാസലുണ്ടല്ലോ, വീടിന്റെ ഫ്രണ്ട് ഡോറ് നോക്കിയിരിക്കുന്നത് മാതിരി വെച്ചോളുക. അതും വീടിന്റെ വാസൽ വന്നിട്ട് തെക്ക് ദിശ നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ അത് വയ്ക്കാൻ പാടില്ല. ഇപ്പോ തെക്ക് ദിശയിലാണ് പൂജാറയെങ്കിൽ വടക്ക് ദിശ നോക്കി വേണം വയ്ക്കാനായിട്ട്.
ഒരിക്കലും തെക്ക് ദിശയിൽ നോക്കി വെക്കാൻ പാടില്ല. ഇപ്പൊ വീട്ടുവാസലിൽ നോക്കി വെക്കുന്നവര് കിഴക്ക് വടക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. പക്ഷെ തെക്ക് ദിശ നോക്കി ഒരിക്കലും വെക്കാൻ പാടില്ല. ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന കുബേര ബൊമ്മയെ വന്നിട്ട് ഒരുപാട് ബിസിനസ് ഒക്കെ നടക്കുന്നില്ലേ കമ്പനീസുകളിലൊക്കെ വെച്ചാൽ ഭയങ്കരമായിട്ട് അതിന് ഇൻകം വന്നിട്ടേ ഇരിക്കും. ഇതിൽ നിന്ന് നമ്മൾ മറ്റൊരാളിന് പണം കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ പണം വന്നിട്ടേ ഇരിക്കും. അത് തിരിച്ചു വരുന്നതിനുള്ള അധിക വായ്പ ഇരിക്കും. ശരിയാ? ഇനി കൈകൾ മേലെ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതിരിയുള്ള കുബേര ബൊമ്മ വന്നിട്ട് നമ്മളുടെ കിച്ചണ് സமையലറയിൽ വെക്കുന്നത് ഭയങ്കര സിറപ്പാനത്. അത് വന്നിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും ധാന്യവകകൾക്ക് കുറവില്ലാതെ നമുക്ക് ഭക്ഷണത്തിന് അല്ലലില്ലാതെ പോകാൻ ഇത് സഹായിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കുബേര ചിലയെ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ നിങ്ങൾക്ക് സെൽവസെഴിപ്പ്, നിങ്ങൾക്ക് അധിക വരവ്, സ്വർണം കുമിഞ്ഞു കൂടുന്നത്, നിങ്ങൾക്ക് കോടിപതി ആവാനുള്ള ഒരു എന്താ പറയുക, നമ്മൾ മുയற்சி ചെയ്യുക, നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ പദവിയിലെത്താൻ സാധിക്കും. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.